നമസ്കാരം സുഹൃത്തുക്കളെ. സ്റ്റോറീസ് അക്രോസ് ബോർഡേഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഭാരതത്തിന്റെ ആത്മാവിൽ എന്നും ജീവിച്ചിരിക്കുന്ന ഒരു മഹാനഗരത്തിലേക്കാണ്. കാശി, വാരാണസി, ബനാറസ്. ഗംഗാമാതാവിന്റെ തീരത്ത് അനേകം നൂറ്റാണ്ടുകളുടെ ചരിത്രവും വിശ്വാസവും ആത്മീയതയും ഒരുമിച്ച് ശ്വസിക്കുന്ന ഈ പുണ്യനഗരം ലോകത്തിലെ ഏറ്റവും പുരാതനമായും ഇന്നും ജീവിച്ചിരിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ്. ഇന്ന് നമ്മൾ ഗംഗയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തിക്കുകയാണ്. സായാഹ്നത്തിന്റെ മൃദുലമായ വെളിച്ചത്തിൽ ഗംഗയുടെ തീരത്ത് നിരന്ന് കിടക്കുന്ന ഈ കല്ലുപടവുകൾ, ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങൾ, പുരാതനമായ കെട്ടിടങ്ങൾ എല്ലാം നമ്മളെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതുപോലെ തോന്നുന്നു. ഇവയാണ് കാശിയുടെ പ്രസിദ്ധമായ ഘാട്ടുകൾ. ഓരോ ഘാട്ടിനും സ്വന്തമായി ഒരു ചരിത്രമുണ്ട്, ഒരു വിശ്വാസമുണ്ട്, ഒരു കഥയുണ്ട്. ചില ഘാട്ടുകൾ പ്രാർത്ഥനയ്ക്കായി, ചിലത് സ്നാനത്തിനായി, ചിലത് തീർത്ഥാടകർക്ക് ആത്മീയ അനുഭവം നൽകാൻ, മറ്റ് ചിലത് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ശാശ്വത സത്യത്തെ ഓർമ്മിപ്പിക്കാൻ. നമ്മുടെ ബോട്ട് പതുക്കെ ഗംഗയുടെ ഒഴുക്കിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള ഈ മനോഹര കാഴ്ചകൾ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നു. പടവുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ഗംഗാ സ്നാനത്തിനായി എത്തിയ തീർത്ഥാടകർ, ആചാരങ്ങൾ നടത്തുന്ന പുരോഹിതന്മാർ, വിദേശികളടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സന്ദർശകർ എല്ലാവരും ഇവിടെ ഒന്നാകുന്നു. ഇവിടെ ജാതിയുടെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾക്കപ്പുറം മനുഷ്യൻ്റെ ആത്മീയമായ അന്വേഷണമാണ് നമ്മൾ കാണുന്നത്. ദൂരെയായി ക്ഷേത്രങ്ങളുടെ മണിനാദം മുഴങ്ങുന്നു. ധൂപത്തിൻ്റെ സുഗന്ധവും മന്ത്രോച്ചാരണങ്ങളുടെ ശബ്ദവും ഗംഗയുടെ ശാന്തമായ ഒഴുക്കും ചേർന്ന് കാശിക്ക് മാത്രം സുലാമായ ഉണക്കമായായി കൊറത്തും ഒരു അത്ഭുതകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മൾ കാണുന്ന ഈ വിശാലമായ ഘാട്ടുകളുടെ നിരയിൽ കാശിയുടെ ചരിത്രവും സംസ്കാരവും വിശ്വാസവും തലമുറകളിലൂടെ ജീവിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ വലിയ ക്ഷേത്രങ്ങളും പുരാതന കൊട്ടാര സദൃശമായ കെട്ടിടങ്ങളും കാണാം. മറ്റു ചില ഇടങ്ങളിൽ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതമാണ് കാണുന്നത്. വസ്ത്രങ്ങൾ കഴുകുന്നവർ, സ്നാനം ചെയ്യുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ബോട്ടുകളിൽ സഞ്ചരിക്കുന്ന സന്ദർശകർ. കാശിയിൽ ജീവിതം ഒരിക്കലും നിശ്ചലമാക്കുന്നില്ല. പ്രത്യേകിച്ച് സന്ധ്യാസമയത്ത് ഈ ഘാട്ടുകൾക്ക് മറ്റൊരു സൗന്ദര്യമാണ്. ആകാശം പതുക്കെ ഇരുണ്ട് തുടങ്ങുമ്പോൾ തീരത്തെ വിളക്കുകൾ ഓരോന്നൊന്നായി തെളിയുന്നു. ഗംഗയുടെ ജലത്തിൽ പ്രതിഫലിക്കുന്ന ആ പ്രകാശം ഒരു സ്വപ്നലോകം പോലെയാണ്. നമ്മുടെ ബോട്ടിൽ ഇരുന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഗംഗ വെറുമൊരു നദിയല്ലെന്ന് നമുക്ക് തിരിച്ചറിയുന്നു. കോടിക്കണക്ക് ജനങ്ങളുടെ വിശ്വാസമാണ് ഗംഗ. അവരുടെ പ്രാർത്ഥനകളാണ് ഗംഗ. അവരുടെ സന്തോഷവും ദുഃഖവും പ്രതീക്ഷയും ആത്മീയതയും എല്ലാം ഈ മഹാനദിയുടെ ഒഴുക്കിനൊപ്പം ചേർന്നിരിക്കുന്നു. കാശിയിലെ ഓരോ ഘാട്ടും നമ്മോട് എന്തോ പറയുന്നുണ്ട്. ജീവിതം ഒരു യാത്രയാണ്. വരവും പോകലും പ്രകൃതിയുടെ നിയമമാണ്. എന്നാൽ വിശ്വാസവും സ്നേഹവും ഓർമ്മകളും കാലത്തെ അതിജീവിക്കും. ഗംഗയുടെ ഈ തീരത്ത് നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം നമ്മുടെ മുന്നിലൂടെ ഒഴുക്കിപ്പോകുന്നതുപോലെ തോന്നുന്നു. ഞങ്ങൾക്കായി ഇത് ഒരു സാധാരണമുള്ള വിനോദയാത്രയായിരുന്നില്ല. ഒരു ഇന്ത്യൻ കുടുംബമെന്ന നിലയിൽ പുണ്യമായ കാശി സന്ദർശിക്കുക എന്നത് ഞങ്ങളുടെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ ഗംഗയുടെ തീരത്ത് നിന്ന് ഈ അദ്ഭുത നഗരത്തെ കാണാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചു. ഈ ബോട്ട് യാത്രയിലെ ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കും. കാശി നമ്മെ പഠിപ്പിച്ചത് ഒരു വലിയ സത്യമാണ്. കാലം മാറും, തലമുറകൾ മാറും, മനുഷ്യർ വരും പോകും. പക്ഷേ വിശ്വാസത്തിന്റെ ഈ ഒഴുക്ക് ഗംഗയെപ്പോലെ തലമുറകളിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കും. ഈ മനോഹരമായ ഗംഗായാത്ര നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ഈ അനുഭവയാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും
ഞങ്ങളുടെ സ്റ്റോറീസ് അക്രോസ് ബോർഡേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു മനോഹരമായ യാത്രാകഥയുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.